എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു സിനിമയുടെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ ജൂൺ 5-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായിട്ടുള്ള OTTയിൽ റിലീസായിട്ടുള്ള ഹിന്ദി സിനിമയായിട്ടുള്ള ജാട്ട് എന്നുള്ള സിനിമയെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ സിനിമ വന്ന സമയത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തം ഓൾ ഓവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള മേക്കിങ് കാര്യങ്ങൾ, പിന്നെ എല്ലാം ഒരു തെലുങ്ക് സിനിമ കാണുന്ന ഒരു സ്റ്റൈലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, ഹിന്ദിക്കാർ ചില ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു തെലുങ്ക് ടച്ച് തോന്നാറുണ്ടെങ്കിലും ഇത്രത്തോളം മുഴുവൻ ഒരു തെലുങ്ക് സിനിമ തോന്നിക്കുന്ന രീതിയിൽ അവർ ചെയ്യാറില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിപ്പോൾ ആരതായിരിക്കും ഈ സിനിമ, സംവിധായകൻ ആരാന്ന് വെച്ചാൽ നോക്കാമെന്ന് വെച്ച് നോക്കുമ്പോണ്ട് ഗോപിചന്ദ് മലിനേനി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുടെ സിനിമയാണ്. അപ്പോൾ ഈ ഡയറക്ടർ തൊട്ടുമ്പത്തെ സിനിമ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ബാലയ്യ ഗാരുവിനെ എയറിൽ കൊണ്ടുപോയിട്ടുള്ള വീരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുത്തിട്ടുള്ള ആളാണ് ഈ ഗോപിചന്ദ് മലിനേനി. അപ്പോൾ ഡയറക്ടറുടെ പേര് കണ്ടപ്പം ഓക്കെ, ഇപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ വന്നതെന്നുള്ളത്. മൂപ്പരായ സിനിമാഗ്രഫി എടുത്ത് നോക്കിയാൽ എല്ലാ സിനിമയും ഇതുപോലൊരു നമ്മളെ ഗ്രാവിറ്റി നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള, പൊതുവേ തെലുങ്ക് സിനിമകളിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അതാണ്. ഇയാളത് കുറച്ച് കൂടുതലുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ സിനിമയും. അപ്പോൾ ഈ സിനിമേൻ്റെ ജസ്റ്റ് ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സംവിധാനം സ്ക്രീൻ പ്ലേ ഒക്കെ ഈ ഗോപിചന്ദ് മലിനേനിയാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്ക്രീൻ പ്ലേയിൽ ശ്രീനിവാസ് ഗവി റെഡ്ഡി, ഖുന്ദൻ പാണ്ഡെ എന്നിവർ രണ്ട് പേരുണ്ട്. സ്റ്റോറി ഗോപിചന്ദ് മലിനേനിൻ്റെ ആണ്. ഡയലോഗ് സായി മാധവ് ബുറ, സൗരഭ് ഗുപ്ത. എനിക്ക് തോന്നി ഹിന്ദി ഡയലോഗുകളൊക്കെ ഇവരായിക്ക് എഴുതിയത്, കഥൻ്റെ ഡയലോഗുകളൊക്കെ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നവീൻ യെർണി, യലമഞ്ചല്ലി രവി, ശങ്കർ, TG വിശ്വപ്രസാദ്, ഉമേഷ് കുമാർ ബൻസാൽ എന്നിവർ ചേർന്നിട്ടാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഋഷി പഞ്ചാബി, എഡിറ്റ് ചെയ്തിരിക്കുന്നത് നെവിൻ നൂലി, മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമൻ എസ്. പ്രൊഡക്ഷൻ കമ്പനി പ്രധാനമായിട്ടും മൈത്രി മൂവി മേക്കേഴ്സ് ആണ്, പിന്നെ സി സ്റ്റുഡിയോസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ടെക്നിക്കൽ ക്രൂവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഈ തെലുങ്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആൾക്കാരാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ ഇതിൻ്റെ കാസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ സണ്ണി ഡിയോളാണ് ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ രൺദീപ് ഹൂഡ് ഉണ്ട്, റെജിന കസാൻഡ്ര, സയാമി ഖേർ, വിനീത് കുമാർ സിംഗ്, പ്രശാന്ത് ബജാജ്, ജഗപതി ബാബു, രമ്യ കൃഷ്ണൻ, സെറീന വഹാബ്, സ്വരൂപ ഘോഷ്, രവിശങ്കർ, അജയ് ഘോഷ്, ബൽബു പൃഥ്വിരാജ്, വിനയ് ശർമ്മ എന്നിവരൊക്കെയാണ്. അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായക കഥാപാത്രം ഒരു കടയിൽ കയറി ഇഡ്ഡലി കഴിക്കുന്നതും ആ ഇഡ്ഡലി അവിടെ ഹഫ്ത പിരിക്കാൻ വന്നിട്ടുള്ള ഗുണ്ടകൾ തട്ടിത്തെറിപ്പിക്കുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഇഡ്ഡലി തട്ടിത്തെറിപ്പിച്ചതിൻ്റെ പേരിൽ സോറി പറയാൻ വേണ്ടിയിട്ട് തല്ലാമെന്ന് അവരടുത്ത് പറയും. അപ്പോൾ അയാൾ എന്നെ ആളെ അനുയായിയാന്ന് പറയും. അപ്പോൾ അയാൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്ത് പോയി സോറി പറയാൻ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോകും. അപ്പോൾ അയാൾ പറയും ഞാൻ ഇന്നാളെ അനുയായിയാന്ന് പറയും. അപ്പോൾ അയാളെയും കൂട്ടി, അതായത് MLA അടുത്താണ് പോയി, MLA പറയും ഞാൻ ഇന്നാളെ അനുയായിയാണ്. അപ്പോൾ അയാളെയും കൂട്ടി മറ്റാളുടെ അടുത്ത് പോകുമ്പം അയാൾ പറയും ഞാൻ രണതുംഗൻ്റെ അനിയനാന്ന് പറയും. അതായത് മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ള രൺദീപ് ഹൂഡൻ്റെ അനിയനാന്ന് പറയും. അപ്പോൾ അയാൾ അങ്ങനെ ഇവനെയും കൂട്ടിയിട്ട് ഈ രണതുംഗൻ്റെ അനിയനെയും കൂട്ടിയിട്ട് അവിടെ പോകും, അയാളോട് സോറി പറയാൻ പറയും. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് കൊടൂര വില്ലനിസം ആയിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ സ്പോട്ടിൽ അയാൾ സോറി പറയും. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അയാൾ മനസ്സിലാക്കും. അതിനുശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളും അതിനുശേഷം ഒരു രക്ഷകർ റോളിൽ ആശാനെത്തുന്നൊക്കെയാണ് ഇതിലുള്ള ഒരു മൊത്തത്തിലുള്ളൊരു പ്ലോട്ട്. അപ്പോൾ എന്താ പറയുക, പ്ലോട്ട് അങ്ങനെയാണ്. കഥയിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. എത്ര പല ആളുകളും കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയായിരിക്കും, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊന്നൊരു ചെറിയൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ആൾക്കാരിങ്ങനെ വായിൽ പറക്കുന്നതും ആൾക്കാരിങ്ങനെ ഈ ഗ്രാവിറ്റി നിയമങ്ങൾ
കാറ്റിൽ പറത്തിയിട്ടുള്ള സിനിമകൾ സംവിധായകർ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അങ്ങനത്തെ സിനിമകൾ കുറച്ച് ഇഷ്ടമാണ് കണ്ടിരിക്കാൻ. അത് ഈ സിനിമേനോടുള്ള ഇഷ്ടമല്ല, അതിലുള്ള ആക്ഷനൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്തായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നുമ്പോൾ രീതിയിലുള്ളൊരു ചിരിയും കാര്യങ്ങളും അങ്ങനത്തെ രീതിയിൽ ഞാൻ ആസ്വദിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. പിന്നെ ഒരു കൊടൂർ ആക്ഷൻ സിനിമ ആണെങ്കിലും കൂടെ ഒരു പരിഹാസത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു രസത്തിൽ കണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ രസിക്കുന്ന സിനിമകളാണ് ഞാൻ പൊതുവെ ഇത്തരം സിനിമകൾ. ചില കഥയും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ രസിക്കും, വേറെ വിഷയം. ഇപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ കഥയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ചുമ്മാ കുറേ ഹീറോയിസും കാണിച്ച് നടക്കാൻ രക്ഷകൻ റോളിൽ എത്തിയിട്ടുള്ള സണ്ണി ഡിയോൾ, അത്രേ ഉള്ളൂ. ഇതിലൊന്ന് രണ്ട് സീനൊക്കെ ഒരേ സീൻ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സിനിമയിൽ പിന്നെ ഈ വില്ലന്മാരായിട്ടുള്ള കഥാപാത്രം രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ജീപ്പ് പിടിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഒറ്റ കൈ കൊണ്ട്. അപ്പോൾ ഇങ്ങനൊക്കെ ഒരുപാട് എന്താ പറയുക, പിന്നെ നമ്മളെ ലോജിക്കല്ലാത്ത ഒരുപാട് സീനുകളുണ്ട് ഈ സിനിമേൻ്റെ അകത്ത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ബാഹുബലി സിനിമ കണ്ട സമയത്ത് ബാഹുബലി ആ കല്ല് പൊക്കി പോകുന്ന സമയത്ത് നമുക്ക് കൺവിൻസിങ് ആണ്. ഒന്നാമത് നമ്മൾ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് നമ്മളെ മുമ്പിലുള്ള ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് അവരെ പറ്റിയുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് അവർ നല്ല കരുത്തരാണ്, നല്ല പിന്നെ യോദ്ധാക്കളാണെന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൺവിൻസ്ഡ് ആണ്. പക്ഷേ ഇത്തരം പെട്ടെന്നൊരാൾ വന്നിട്ട് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളത് കൺവിൻസ്ഡ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. അപ്പോൾ സിനിമേൻ്റെ ഒരു മൊത്തത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ കഥയോ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ കുറേ ആൻറ്റി ഗ്രാവിറ്റേഷണൽ സംഭവങ്ങൾ, ഒരു ലോജിക്കില്ലാത്ത സംഭവങ്ങൾ, വലിയ കഥയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വെറുതെ ചുമ്മാ ഹീറോയിസും കാണിച്ച് നടക്കാനൊരു സിനിമ, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റ് വാച്ചിങ് ആയിട്ടുള്ളൊരു സിനിമ ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ വലിയ സമയമൊന്നുമില്ലാതെ ഇങ്ങനെ പിന്നെ ഇഷ്ടമില്ലാത്ത സീനുകളും പാട്ടുകളൊക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചടിച്ച് കണ്ട് തീർത്തൊരു സിനിമ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര സംഭവമോ കാര്യങ്ങളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളെ തൊട്ടും പറഞ്ഞ സിനിമ ഗദർ, കുറേ കാലങ്ങൾക്ക് ശേഷം ഇയാൾക്ക് കിട്ടിയ വലിയൊരു ഹിറ്റാണ് ഗദർ. ഈ സിനിമയും അത്ര വലിയ സംഭവം എന്നായി തോന്നിയിട്ടില്ലായിരുന്നു. ഞാനത് കണ്ടിട്ടുള്ളതാണ്, മുഴുവൻ കണ്ട് പിന്നെ ഇരുന്ന് കണ്ട സിനിമയാണ്. ഈ പറയുന്നത് പോലെ തന്നെയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് അതും തോന്നിയിരുന്നത്. അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് ഈ സിനിമയും എനിക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതേ പാറ്റേണിൽ അതേപോലെ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സിനിമ എടുത്തു വെച്ചുകൊണ്ടാണോ എന്നറിയില്ല ഈ സിനിമ ആളുകൾക്ക് കണക്റ്റ് ആവാതെ പോയത്. ഏതായാലും ഞാനൊരാളെ നിർബന്ധിക്കില്ല, ഞാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടു തീർത്ത് അത്രേ ഉള്ളൂ. ഒരു അഭിപ്രായം പങ്കുവെക്കണമല്ലോ, അഭിപ്രായം പറയണമല്ലോ എന്ന് തോന്നിയുകൊണ്ട് മാത്രം പറഞ്ഞ അത്രേ ഉള്ളൂ. താല്പര്യമുള്ള ആളുകൾ കാണുക. നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് പിന്നെ സിനിമ. അപ്പോൾ വലിയൊരു വിജയമൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു സിനിമേൻ്റെ ഒരു ബഡ്ജറ്റ് കളക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്ര വലിയൊരു ഹിറ്റൊന്നും ആവാത്തൊരു പടാന്ന് തോന്നി. ഈ സിനിമ പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിന് പുറത്തേക്ക് ഒട്ടും തന്നെ കണക്റ്റ് ആവാത്ത, ഒട്ടും തന്നെ ഹിറ്റ് ആവാത്തൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗദർ സിനിമ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ മൊത്തം കളക്ഷൻ നേടിയതിൽ ഓൾമോസ്റ്റ് 95% കളക്ഷനും ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം കിട്ടിയതാണ്. അത് ആ സിനിമ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയും ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ്. അതിൽ ഇപ്പം പൊതുവെ ഒട്ടുമിക്ക സിനിമയിലും കാണിക്കുന്ന ഒരു അതീവ ഒരു ഹിന്ദുത്വ അജണ്ടയും അതേപോലെയുള്ള മറ്റുള്ള തീവ്ര ദേശീയതയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.